മലയാളി എന്നോ തമിഴനെന്നോ വ്യത്യാസമില്ലാതെ ഓരോ സിനിമ പ്രേക്ഷകനും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത റോജ. ഈ സിനിമയിൽ നായികയായി എത്തിയ മധുബാലയെ എല്ലാവരും എന്നും ഓർക്കുന്നുണ്ട്. റോജയ്ക്ക് മുമ്പും പിൻപും ഒരുപാട് സിനിമകൾ മധുബാല ചെയ്തിട്ടുണ്ടെങ്കിലും മധുബാലയ്ക്ക് കരിയർ ബ്രേക്ക് ആയത് എന്ന് റോജ എന്ന സിനിമയാണ്. തമിഴിൽ മാത്രമല്ല തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും അങ്ങ് ബോളിവുഡിൽ വരെയും നല്ല വേഷങ്ങൾ താരം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. റോജയ്ക്ക് ശേഷം മധുബാല ചെയ്തതിൽ മലയാളികൾ ഏറ്റെടുത്ത മറ്റൊരു സിനിമ യോദ്ധയാണ്. അശ്വതിയായി മോഹൻലാലിനും ജഗതിക്കുമൊപ്പം മധുവും സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. അഭിനയത്തിൽ നിന്ന് ഇടക്കാലത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ മാത്രമല്ല ടിവി ഷോകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വളരെയധികം സജീവമാണ് നടി. പ്രായവും ജീവിതം ആസ്വദിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന നടി തന്റെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ എല്ലാം നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. 55-കാരിയായ താരത്തിന്റെ എയർപോർട്ട് വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം താരം ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഒരു ബോളിവുഡ് ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ബ്ലാക്ക് സ്കിന്നി ജീൻസും കറുത്ത ഫുൾ സ്ലീവ് ടോപ്പും കാർഡിഗനുമായിരുന്നു മധുവിന്റെ വേഷം. ഒപ്പം പോസ്റ്റൽ നിറത്തിലുള്ള ലോങ് ബൂട്ടും മധു ധരിച്ചിരുന്നു. 55-നും ശരീരത്തിന്റെ ഫിറ്റ്നസ് മധു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അനാവശ്യ ശരീരഭാരം നിലനിർത്തുന്നതിനോട് താല്പര്യമില്ലാത്തതിനാൽ കൃത്യമായി ഫിറ്റ്നസും മധു ഫോളോ ചെയ്യുന്നുണ്ട്. നടിയുടെ എയർപോർട്ട് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പരിഹാസ കമന്റുകളാണ് ഏറെയും കമന്റ് ബോക്സിൽ നിറയുന്നത്. നടിയുടെ നടത്തത്തിൽ എന്തോ ബാലൻസ് ഇല്ലാത്തതായി തോന്നുന്നുവെന്നും മധുബാലയ്ക്ക് എന്തുപറ്റി, നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ എല്ലാ കമന്റുകളുമുണ്ട്. നടിയുടെ നടത്തത്തിന് എന്തോ ബാലൻസ് ഇല്ലാത്തതായി തോന്നുന്നുവെന്നും മധുബാലയ്ക്ക് എന്തുപറ്റി, നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. എന്നാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലെന്നും ശീലമില്ലാത്ത ഷൂസ് ധരിച്ചതിന്റെ പരിണിത ഫലമാണെന്നുമാണ് ചിലർ കുറിക്കുന്നത്. ശരീരഭാരത്തേക്കാൾ കൂടുതലാണ് നടിയുടെ ഷൂവിന്റെ ഭാരം എന്നും കമന്റുകളുണ്ട്. ശീതകാലാവസ്ഥയിലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കാർഡിഗൻ പോലുള്ള ധരിച്ച് മുംബൈയിലെ ചൂടൻ കാലാവസ്ഥയിൽ നടക്കുന്നതിനായിരുന്നു പരിഹാസം. അഴക് എന്ന സിനിമയിലൂടെ അഭിനയാരങ്ങേറ്റം കുറിച്ച മധു 90കളിൽ സിനിമയിൽ സജീവമായിരുന്നു. 1999-ലാണ് ആനന്ദ് ഷാ എന്നയാളെ മധു വിവാഹം ചെയ്യുന്നത്. ഒരു ഫോട്ടോഷൂട്ടിനിടയിൽ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു. 2 പെൺമക്കളാണ് ദമ്പതികൾക്ക്, അമയയും കെയ്യയും. അതിൽ മുതിർന്നയാൾക്ക് 23 വയസ്സായി.